ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന പ്രധാന വാർത്തകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള ക്രിക്കറ്റ് വാർത്തകൾ ഏറ്റവും ആദ്യമേ അറിയുന്നതിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് സൗത്ത് ആഫ്രിക്ക ന്യൂസിലാൻഡ് രണ്ടാം സെമിഫൈനലുമായി ബന്ധപ്പെട്ടതാണ്. മത്സരത്തിൽ 50 റൺസിന് സൗത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്തി ന്യൂസിലാൻഡ് ഫൈനലിൽ ഇന്നലെ ഇടം നേടിയിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലാൻഡ് വില്യംസൺ, രജിൻ എന്നിവരുടെ സെഞ്ചുറി കരുത്തിലായിരുന്നു 362 എന്ന കൂറ്റൻ ടോട്ടൽ സ്വന്തമാക്കിയത്. 320 തോന്നിച്ച ഒരു ടോട്ടലായിരുന്നു 44 ഓവർ മുതലുള്ള സൗത്ത് ആഫ്രിക്കയുടെ മോശം ബൗളിംഗ് കാരണം 362 പോയത്. യാതൊരുവിധ പ്ലാനോ സ്ട്രാറ്റജിയോ സൗത്ത് ആഫ്രിക്കൻ താരങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. ലുങ്കി എൻഗഡി മാത്രമാണ് ചെറിയ രീതിയിലെങ്കിലും വൈഡായി സ്ലോ ബോളുകൾ എറിയുക എന്ന സ്ട്രാറ്റജി നടപ്പിലാക്കാൻ നോക്കിയത്. മറുപടി ബാറ്റിംഗിൽ ബൗമ, ഡസൻ ജോഡി ഒരു അടിത്തറ സൗത്ത് ആഫ്രിക്കൻ ഇന്നിംഗ്സിന് നൽകിയിരുന്നു. എന്നാൽ 161-2 നിന്നും 167-4 എന്ന നിലയിലേക്ക് സൗത്ത് ആഫ്രിക്ക വീണതോടെ ഗെയിം അവിടെ തന്നെ ന്യൂസിലാൻഡ് വിജയിച്ചിരുന്നു. പിന്നീട് മില്ലർ വന്ന് ബാക്കെൻഡിൽ അടിച്ചെങ്കിലും വിജയിക്കാനുള്ള ഒരു പോസിബിലിറ്റിയും സൗത്ത് ആഫ്രിക്കയുടെ പക്കലില്ലായിരുന്നു. ജസ്റ്റ് തോൽവിയുടെ മാർജിൻ കുറയ്ക്കുക എന്നത് മാത്രമായിരുന്നു മില്ലർക്ക് ചെയ്യാൻ പറ്റിയത്. ഇതോടെ സൗത്ത് ആഫ്രിക്കയുടെ സെമിഫൈനലിലെ മോശം റെക്കോർഡുകൾ ഒന്നുകൂടി ഉയരുകയാണ് ചെയ്തിട്ടുള്ളത്. അവർ കളിച്ചിട്ടുള്ള 9 സെമിഫൈനലുകളിൽ ഒരെണ്ണം മാത്രമാണ് സൗത്ത് ആഫ്രിക്ക ഇതുവരെ വിജയിച്ചിട്ടുള്ളത്. അടുത്ത അപ്ഡേറ്റ് ഗംഭീർ, ഷാമി, കോഹ്ലി താരങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യക്ക് ദുബായിൽ അഡ്വാൻറ്റേജ് ലഭിക്കുന്നു എന്ന കമന്റിനെതിരെ ഗംഭീർ ഇന്നലെ ശക്തമായ മറുപടി നൽകിയിരുന്നു. എന്നാൽ ഇതിന് തൊട്ടു പിന്നാലെ ഇന്ത്യൻ പേസർ മുഹമ്മദ് ഷാമി ഗംഭീറിന്റെ സ്റ്റേറ്റ്മെന്റിന് ഓപ്പോസിറ്റായ കമന്റ് നടത്തിയിരുന്നു. ഡെഫിനറ്റായും ഒരേ വേദിയിൽ മത്സരങ്ങൾ നടക്കുന്നത് ഇന്ത്യക്ക് അഡ്വാൻറ്റേജ് നൽകുന്നുണ്ട്. പിച്ചും കണ്ടീഷൻസുമായുള്ള ഫെമിലാരിറ്റിയും കാര്യമായി മത്സരങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യേണ്ടി വരുന്നില്ല എന്നതും ഇന്ത്യയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് ഷാമി പറഞ്ഞത്. ഇതിനു പുറമെ ആദ്യ സെമിഫൈനലിൽ കോഹ്ലി സെഞ്ചുറി നഷ്ടപ്പെടുത്തി ഔട്ടായി കഴിഞ്ഞതിന് ശേഷം ഗംഭീറും കോഹ്ലിയും തമ്മിൽ ആനിമേറ്റഡ് ആയ ഒരു സംസാരം നടക്കുന്നത് കാണാൻ സാധിച്ചിരുന്നു. കോഹ്ലി കളിച്ച ആ ഒരു ഷോട്ടിനെ പറ്റിയാണ് അവർ സംസാരിക്കുന്നത് എന്ന് കൈകൊണ്ടുള്ള ആക്ഷൻ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ചിലപ്പോൾ അവസാനം വരെ നിന്ന് കളിക്കാതെ ആ റാഷ് ഷോട്ട് കോഹ്ലി കളിച്ചതിനായിരിക്കാം ഗംഭീർ ഇവിടെ സംസാരിച്ചത്. അവസാനത്തെ അപ്ഡേറ്റ് മുഷ്ഫിഖുർ, സ്മിത്ത് താരങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യക്കെതിരെയുള്ള സെമിഫൈനൽ പരാജയത്തിന് ശേഷം ഓസീസ് ക്യാപ്റ്റൻ സ്മിത്ത് ഏകദിനത്തിൽ നിന്നും ഇന്നലെ റിട്ടയർമെന്റ് പ്രഖ്യാപിച്ചിരുന്നു. 2010 ഡെബ്യൂ ചെയ്ത താരം 170 ഏകദിനത്തിൽ നിന്നും 5800 റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട്. T20 ടെസ്റ്റ് ഫോർമാറ്റുകളിൽ താരം കളിക്കാൻ തുടരും. സ്മിത്ത് റിട്ടയർമെന്റ് പ്രഖ്യാപിച്ചതിന് ശേഷം ബംഗ്ലാദേശ് താരം മുഷ്ഫിഖുർ റഹീമും ഏകദിനത്തിൽ നിന്നും റിട്ടയർമെന്റ് പ്രഖ്യാപിച്ചിരുന്നു. ബംഗ്ലാദേശിന് വേണ്ടി ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ചിട്ടുള്ള താരമാണ് റഹീം. T20യിൽ നിന്നും 2022 റിട്ടയർ ചെയ്ത താരം ടെസ്റ്റിൽ മാത്രമായിരിക്കും ഇനി ഉണ്ടാവുക.